പൂർണ്ണ ഭ്രമരത്തിന് ശേഷം പിന്നീട് പാടിയത് വെള്ളരിപ്രാവിന്റെ ചങ്ങാതി മോഹൻ സിതാര സാർ. സാറിന്റെ കൂടെ ഉള്ളൊരു എക്സ്പീരിയൻസ് പറയുമോളെ. സാറിൻ്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. സാറിനോടെ പെട്ടെന്ന് നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാ സാറ്. ചീത്തയൊന്നും പറയില്ല. എത്ര പ്രാവശ്യം വേണമെങ്കിലും പാടിപ്പിച്ച് നമ്മൾ തെറ്റിയാലും പിന്നെ ശരിയാവണ വരെ പാടിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാ. അപ്പോൾ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി കഥ കൊണ്ടും പ്രമേയം കൊണ്ടും പാട്ടുകൾ കൊണ്ടും ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ അതിലൊരു ഫുൾ സോളോ ആണ് പാടിയത് അല്ലേ മോള്? അപ്പം സാറ് നേരത്തെ പറഞ്ഞു, മോള് തന്നെ പറഞ്ഞു വളരെ കംഫർട്ടബിൾ ആണ്. ഇപ്പം കുട്ടികളായതുകൊണ്ട് അവരുടെ അടുത്ത് നിറയെ പേഷ്യൻസ് വേണം, ക്ഷമ വേണം, നിങ്ങൾക്ക് ഒരുപാട് സമയം വേണം. പെട്ടെന്ന് ധൃതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നാൽ ചിലപ്പം ചെയ്യാൻ പറ്റിയെന്ന് പാടാൻ പറ്റിയെന്നും വരില്ല. അപ്പോൾ ആ ഒരു പാട്ട് സിംഫണിയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടില്ലേ? പാടാം. തെക്കൊരിക്കൽ പുത്തൻ നെൽക്കളത്തിൽ തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റം പണ്ടൊരിക്കൽ. തെക്കൊരിക്കൽ പുത്തൻ നെൽക്കളത്തിൽ തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റം പണ്ടൊരിക്കൽ. അന്നു തൊട്ടേ പതിവായി കണ്ടുമുട്ടി, പങ്കെടുത്തും കൊടുത്തും ചങ്കിണക്കി, തൂവൽ ചീകും ചുണ്ടാൽ ചൊല്ലി നീയൻ ചങ്ങാതി, ഹായ് ഞാനും ചങ്ങാതി. തെക്കൊരിക്കൽ പുത്തൻ നെൽക്കളത്തിൽ തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റം പണ്ടൊരിക്കൽ. തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റം പണ്ടൊരിക്കൽ. കുഞ്ഞുമൊട്ടക്കുന്നതിലോ മമ്മിയൊന്നു ചിന്തണയെ ചന്ദിരനോ പതുക്കെ കള്ളനെ പോലൊളിച്ചേ മിന്നും കമ്മൽ രണ്ടെണ്ണം കൊണ്ടേ നീ വരില്ലേ, കുഞ്ഞിൻ കയ്യിൽ നൽകാതെ കാതിൽ നീടില്ലേ, ചക്കരക്കയ്യോ വേദനിക്കില്ലേ. ഓ തെക്കൊരിക്കൽ പുത്തൻ നെൽക്കളത്തിൽ തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റം പണ്ടൊരിക്കൽ. അന്നു തൊട്ടേ പതിവായി കണ്ടുമുട്ടി, പങ്കെടുത്തും കൊടുത്തും ചങ്കിണക്കി, തൂവൽ ചീകും ചുണ്ടാൽ ചൊല്ലി നീയൻ ചങ്ങാതി, ഹായ് ഞാനും ചങ്ങാതി. പൂർണ്ണ മനോഹരമായ സോങ്ങാണ്. യാതൊരു സംശയവും ഇല്ല എന്തുകൊണ്ടാണ് ഈ ഒരു പടവും ഈ മ്യൂസിക് ആൽബവും ശ്രദ്ധിക്കപ്പെട്ടതെന്നുള്ളതിന്. നല്ല എന്താ പറയുക, നന്മയുള്ള പാട്ടുകളാണ്. പൂർണ്ണയ്ക്ക് ആദ്യത്തെ 2 സോങ്സും തന്നത് മോഹൻ സിതാര സാറാണ്. രണ്ടും നല്ല അസാധ്യമായ കോമ്പോസിഷൻസാണ്. ഇന്ന് ഓർത്തിരിക്കാൻ പറ്റിയ, എപ്പോഴും മൂളിപ്പാട്ട് പാടാനായിട്ട് എല്ലാവർക്കും തോന്നുന്ന 2 പാട്ടുകളാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പൂർണ്ണയെ തേടി എത്തും.
മോള് നിറയെ അധികം വേദികളിൽ പാടിയിട്ടുണ്ട്. എനിക്ക് തന്നെ പൂർണ്ണനെ അറിയാവുന്നത് താരോത്സവം കൈരളി TV തന്നെ 4 സീസണുകളോളം പോയ ഒരു റിയാലിറ്റി ഷോ ആണ് വിത്ത് സ്റ്റാർസ്. അപ്പം പൂർണ്ണ ഒരു സീസണിൽ ഇങ്ങനെ വന്ന് എല്ലാവരെയും അന്ന് ഉണ്ടായിരുന്ന ജഡ്ജസിനെയും ഓഡിയൻസിനെയും അവിടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിനെയൊക്കെ ഒരുപാട് എന്താ പറയുക സർപ്രൈസ് ചെയ്യിച്ചിട്ടുള്ള ഒരു കൊച്ചുമിടുക്കിയായിരുന്നു. കുറച്ച് നാളുകളായി ആ ഒരു വേദിയിൽ എനിക്ക് തോന്നുന്നു പൂർണ്ണ ഒട്ടുമിക്ക നല്ല പാട്ടുകളും പാടിയിട്ടുണ്ട്. ഒരുപാട് നല്ല പാട്ടുകൾ പാടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇപ്പം പറയാണ് എനിക്ക് പഴയ പാട്ടുകളോട് ഇഷ്ടമുണ്ടെന്ന് പൂർണ്ണ തന്നെ പറഞ്ഞു. എന്തെങ്കിലും ഒരു എന്താ പറയുക റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ, അതോ ഈ കുട്ടികളുടെ പോലെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പാട്ടുകൾ പാടാനാണോ, അതോ നല്ല ഫാസ്റ്റ് നമ്പർ പാട്ടുകൾ പാടാനാണോ, മെലഡീസ് പാടാനാണോ? പൂർണ്ണയ്ക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയുള്ള സോങ്സ് ആണ്? എനിക്ക് സങ്കടമുള്ള പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ പാട്ട് അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ല. മെലഡീസ് ആണ് ഇഷ്ടം. അതിൽ തന്നെ പാത്തോസ് ആണ് ഇഷ്ടം അല്ലേ? സങ്കടമുള്ള പാട്ടുകൾ പഠിക്കാനും പാടാനും ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സോങ് ഏതാണ്? സങ്കടമുള്ള സോങ് എനിക്ക് കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ. ഏതായാലും പൂർണ്ണ പറഞ്ഞു ആ ഒരു സോങ്. അപ്പൊ 2 വരി പാടിക്കോളും. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളെ ദേവദാസി, മറക്കൂ മറക്കൂ. അസലായിട്ട് പാടി മോളെ. താങ്ക് യു. ഇനി ഈ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ എന്താ പറയുക നമുക്ക് സങ്കടകരമായിട്ട് വൈൻഡപ്പ് ചെയ്യേണ്ട. മോള് അത് ഒരു എന്താ പറയുക കൊച്ചുകുട്ടിയാണ്. അപ്പോൾ അതിന് നല്ല അടിപൊളി ഒരു എന്താ പറയുക ഹാപ്പി എൻഡിങ് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല ബീറ്റ്സ് ഉള്ള നല്ല പ്ലസന്റ് ആയിട്ടുള്ളൊരു സോങ് ഏതാ പാടാൻ പോകുന്നത്? ഊലാല. ആഹാ, അതതിൻ്റെ എക്സ്ട്രീമാണ്. ഭയങ്കര അടിപൊളി സോങ് ആണ്. അതെങ്ങനെയാ നിറയെ പാടിയിട്ടുണ്ടോ? അതോ പാടിയിട്ടുണ്ട്. അപ്പൊ അത് കേൾക്കാം. चुटकी जो तूने काटी है छुरी से काटी है यहाँ वहाँ, रूठी हूँ मैं तुझसे रूठी हूँ, मुझे मना लेना ओ जाने जा, छेड़ेंगे हम तुझको लड़की तू है बड़ी बुम्बाड़, आहा आहा आहा, उलाला 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 उलाला, तू है मेरी फैंटेसी, चुना ना चुना ना चुना ना चुना ना, अपने जवा हो गई. छुआ जो तूने तो दिल ने मारी सीटी, देते इन्हीं गालों पे एक पप्पी मीठी मीठी, छुआ जो तूने तो दिल ने मारी सीटी, देते इन्हीं गालों पे एक पप्पी मीठी मीठी, यौवन तेरा सावन भरा बीत गया दिल ये मेरा, हाँ तूने ही बरसात कराई, क्या करे ये यौवन बेचारा बेचारा बेचारा, उलाला 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 उलाला, तू है मेरी फैंटेसी, चुना ना चुना ना चुना ना चुना ना, अब मैं जवा हो गई. പൂർണ്ണ, ഇപ്പം നേരത്തെ പാടിയ സങ്കടമൊക്കെ അങ്ങ് മാറി നല്ല എനർജറ്റിക് ആയിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. പൂർണ്ണയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയണം. ഇനി എന്താ അടുത്ത എപ്പിസോഡിലും കൂടെ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ഒപ്പം കൂടി ഉണ്ടാവണം. സിംഫണീൻ്റെ കൂടെ കൂടുതൽ കാര്യം അറിയണം. ഫ്യൂച്ചർ പ്രൊജക്ട്സ് അറിയാനുണ്ട്, പഠിത്തത്തെക്കുറിച്ച് ചോദിക്കാനുണ്ട്, സ്കൂളിലെ വിശേഷങ്ങൾ, വീട്ടിൽ അച്ഛനമ്മ ചേച്ചിയുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ അറിയണം.